നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 11 ചൊവ്വാഴ്ചയാണ്. ആദ്യം ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം കനത്ത ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ്, നിക്കി, കോസ്പി മാർക്കറ്റ്, തായ്വാൻ മാർക്കറ്റ് എന്നിവയെല്ലാം 2% മുകളിലുള്ള കനത്ത ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി മാത്രമാണ് സ്വല്പം ഭേദപ്പെട്ട നിലയിലുള്ളത്. 160 മുതൽ 170 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് നിഫ്റ്റിയിൽ നമുക്ക് സാധ്യത കാണുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകൾ ഈ ഇടിവിന്റെ കാരണം ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ തന്നെയാണ്. അതിശക്തമായ ഒരു ഇടിവ് തന്നെയായിരുന്നു ഇന്നലെ US മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. തുടരുന്ന താരിഫ് തർക്കങ്ങളും സർക്കാർ ഷട്ട്ഡൌണിന്റെ സാധ്യതകൾ കാരണം തിങ്കളാഴ്ച US ഓഹരികൾ കുത്തനെ ഇടിയുകയുണ്ടായി. ഇത് മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉയർത്തുകയുണ്ടായി. 2024 സെപ്റ്റംബർ 22 ശേഷമുള്ള ഒരു വേഴ്സ്റ്റ് ഫോൾ ആയിരുന്നു നാസ്ഡാക്കിൽ കണ്ടത്. 4% ഇടിഞ്ഞു. S&P 500 2.70% ഇടിഞ്ഞു. ഡൗ ജോൺസ് 2.08% ഇടിഞ്ഞു. ഇനി ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഡൗ ജോൺസ് 200 EMAക്ക് താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു മാന്ദ്യത്തിന്റെ ഭയം US നിലനിൽക്കുന്നുണ്ടെങ്കിലും പേറോൾ റിപ്പോർട്ട് മികച്ചതായിരുന്നു. കൂടാതെ കൺസ്യൂമർ സ്പെൻഡിംഗ് 3 മുതൽ 4% ഉള്ളിലാണുള്ളത്. ഇതെല്ലാം പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഏതായാലും ബുധനാഴ്ച പുറത്തുവരുന്ന CPI ഡാറ്റ തന്നെയാണ് ഇനി പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ഇടിയുകയുണ്ടായി. UK മാർക്കറ്റ് 0.93%, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.91%, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.72% ഇടിഞ്ഞു. ഇനി US യൂറോപ്പിലും ഒരുപോലെ ഇടിഞ്ഞത് ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. ഇനി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ബിറ്റ്കോയിൻ വലിയ വോളറ്റാലിറ്റിയാണ് കാണിക്കുന്നത്. ഇന്നലെയും 6% ഇടിവുണ്ടാക്കി. $77,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നവംബർ മാസത്തിന് ശേഷം ഇതാദ്യമായി ബിറ്റ്കോയിൻ $80,000 താഴെയായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി കേരളത്തിലെ ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് പവന് 64,400 രൂപയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടെക് സൈഡ് വളരെ വീക്കായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഫോസിസ് 2.1% ഇടിഞ്ഞപ്പോൾ വിപ്രോ 2.45% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.86% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. HDFC ബാങ്ക് 0.51% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.63% ഇടിവുമുണ്ടാക്കി. ക്രൂഡ് ഓയിലും ഇന്നലെ 1% ഇടിഞ്ഞു. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് 50% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ഇപ്പോഴുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ അക്കൗണ്ടിങ്ങിൽ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. ഇത് ബാങ്ക് നിഫ്റ്റിയെ എങ്ങനെയാണ് ഇന്ന് ബാധിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ബാങ്കിന്റെ ഡെറിവേറ്റീവ് അക്കൗണ്ടുകളിൽ പിശകുകൾ കണ്ടെത്തി. ഇത് അതിന്റെ ആസ്തിയിൽ 1,530 കോടി രൂപയുടെ കുറവുണ്ടാക്കിയേക്കാം. ഈ നഷ്ടം അതിന്റെ Q3 ലാഭമായ 1,402 കോടിയേക്കാൾ കൂടുതലുമാണ്. RBIക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് അറിവുള്ളത് കൊണ്ടായിരിക്കാം CEOയ്ക്ക് 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകിയത്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയിൽ ഇത് നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്. കാരണം 1,530 രൂപ ആസ്തിയിൽ കുറവുണ്ടായത് സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ഇത് അതിന്റെ സ്റ്റോക്ക് ഇടിയാനുള്ള കാരണവുമാകും. ഏതായാലും ഇന്ന് പ്രത്യേകം ഫോക്കസിൽ വെക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒരു ആന്തരിക അവലോകനത്തിനിടെ അതിന്റെ ചില ഡെറിവേറ്റീവ് പ്രക്രിയകളിൽ പ്രശ്നം കണ്ടെത്തി. മാർച്ച് 10 കമ്പനി ഫയൽ ചെയ്തതനുസരിച്ച് അതിന്റെ ആസ്തിയിൽ 2.35% കുറവുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലാണെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും. മറ്റൊരു കമ്പനി അരവിന്ദ് ഫാഷൻസ് ആണ്. അരവിന്ദ് ഫാഷൻസ് തങ്ങളുടെ ബിസിനസ് വിപുലീകരണത്തിനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ക്ലബ്ബ് എ സ്റ്റോറുകൾ തുറക്കാൻ പദ്ധതിയിടുന്നു. അടുത്തത് നവീൻ ഫ്ലോറിൻ ഇന്റർനാഷണൽ എന്ന കമ്പനി. അതിൻ്റെ സൂറത്തിലെ പ്ലാന്റിൽ HFC R32 എന്ന ഒരു തരം റെഫ്രിജറന്റ് വാതകം ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യുന്നതിനുമായി പ്രവർത്തനം ആരംഭിച്ചു. മറ്റൊരു കമ്പനി സ്നൈഡർ ഇലക്ട്രിക് ആണ്. കമ്പനി RM എയർസെറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 11 kV SFR ഫ്രീ റിംഗ് മെയിൻ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു കരാറിൽ ടാറ്റ പവറുമായി ഒപ്പിട്ട് കഴിഞ്ഞു. അടുത്തതായി ഹിറ്റാച്ചി എനർജി എന്ന കമ്പനിയാണ്. മാർച്ച് 10 കമ്പനി QIP ആരംഭിക്കുകയാണ്.
ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് 12,112.50 രൂപയാണ്. അടുത്തതായി 96,000 കോടി രൂപയുടെ വലിയൊരു ഓർഡർ ലഭിച്ച ഒരു കമ്പനിയെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അതിന് മുന്നേ ആയി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുമുണ്ട്. അടുത്തത് NTPC എന്ന കമ്പനിയാണ്. NTPC അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ NTPC ഗ്രീൻ എനർജിയുമായി ചേർന്ന് ഛത്തീസ്ഗഡ് സർക്കാരുമായി 96,000 കോടി രൂപയുടെ ഒന്നിലധികം കരാറുകൾ ഒപ്പുവെച്ചു. അടുത്തത് സെൻറ്റം ഇലക്ട്രോണിക്സ് ആണ്. മാർച്ച് 10 കമ്പനി QIP ആരംഭിച്ചു. ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് 1,219.65 രൂപയാണ്. അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. കമ്പനിക്ക് അഡീഷണൽ ഓർഡറുകളായി 843 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചിരിക്കുന്നു. അടുത്തത് IRFC ആണ്. ബോർഡ് യോഗം മാർച്ച് 17 ചേരും. രണ്ടാമത്തെ ഇൻട്രീം ഡിവിഡൻഡ് പരിഗണിക്കുന്നതിനായിട്ടാണ് യോഗം ചേരുന്നത്. അടുത്തത് അശോക ബിൽഡ്കോൺ എന്ന കമ്പനി 312 രൂപയുടെ പുതിയ ഒരു പ്രൊജക്റ്റ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കോർപ്പറേഷനിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ BSE, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ് എന്നിവയാണ്. ഇന്ന് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്ന ഒരു കമ്പനി ഭാരത് ഇലക്ട്രോണിക്സുമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs ഇന്നലെ വെറും 485 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIs ആവട്ടെ 264 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഫെബ്രുവരി 19 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സെല്ലിംഗ് ആണ് FISന്റെ ഭാഗത്തു നിന്നും കണ്ടത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 2.5% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 2.86% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 1.43% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 2.11% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 150-ലേറെ പോയിന്റ്സിന്റെ ഇടിവിലാണ്. 22,341 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 160 മുതൽ 170 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് US താരിഫുകളെ കുറിച്ചുള്ള അനിശ്ചിതത്വവും ഒപെക് പ്ലസ് നിർമ്മാതാക്കളിൽ നിന്നുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതും വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നതിനാൽ തിങ്കളാഴ്ച എണ്ണവില 1% ഇടിവുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $69.05 പെർ ബാരൽ എന്ന നിലയിൽ 0.16% ഇടിവിലാണ്. WTI ഉള്ളത് $65.74 പെർ ബാരൽ എന്ന നിലയിൽ 0.44% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത നിഫ്റ്റിയിലേക്കാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു. 22,460-ൽ 92 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ 22,676 എന്ന ഹൈ ടച്ച് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഡൗൺ ആവുകയുണ്ടായി. ഡൗൺ സൈഡിൽ ഇന്നലെ 5-ഡേ EMA ഉള്ള 22,440-ൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് റിവേഴ്സ് ചെയ്യുന്നത്. അപ്സൈഡിൽ ഇനി ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള 22,670 ആ ലെവലിലാണ് 20-ഡേ EMA ഉള്ളത്. അതുകൊണ്ട് ആ ലെവൽ നമ്മൾ പ്രത്യേകം ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം വീക്ഷിക്കേണ്ടതാണ്. ഒരുപക്ഷെ ആ ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 22,800 ലെവലായിരിക്കും. ഇനി ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിൽ ഫോർമേഷനാണ് ഫോം ആയിരിക്കുന്നത്. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നാണ് ഈ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും വുഡ് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. ഫുഡ് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 22,200, അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300-ഉമാണ്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും ഫുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 22,350 സ്ട്രൈക്കും 22,400 സ്ട്രൈക്ക് അതായത് ATM സ്ട്രൈക്കും 22,450 സ്ട്രൈക്കും എടുത്ത് പരിശോധിക്കുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് കുറച്ചുകൂടി ഒരു മുൻതൂക്കമുണ്ട് എന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസത്തെ നഷ്ടത്തിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. 281 പോയിന്റ്സാണ് ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെയും 10-ഡേ 5-ഡേ EMAകൾ ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങിയിരുന്നു. അതായത് നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ സ്ട്രെങ്ത് കുറവാണ്. ഇന്ത്യ വിക്സിലേക്ക് ഇന്നലെ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 13.98-ൽ 3.82% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്.
ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് ഇവിടെ നമ്മൾ കടന്നുപോയത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.